നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയസ് സ്കൂൾസ് ഓഫ് മാക്രോ എക്കണോമിക് തോട്ട്സ്. മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, എക്കണോമിക്സിന്റെ രണ്ട് ബ്രാഞ്ചസുകളാണ്. അപ്പം ഒരു ഇക്കോണമിയെ ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്രോ എക്കണോമിക്സും, ഇനിയും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തെ കുറിച്ച് മാത്രം നമ്മൾ പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് മാക്രോ എക്കണോമിക്സ് ആണ് മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ഒരു ഇക്കോണമിയെ ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്ന് നമ്മൾ പറയുന്നു. ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി മാക്രോ എക്കണോമിക്സ് കൂടുതലും അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ളത് ജോൺ മെയ്നാർഡ് കെയ്ൻസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ഇടപെടൽ നമുക്ക് പറയാം. അതായത് 1936 ജോൺ മെയ്നാർഡ് കെയ്ൻസ്, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് മണി, അപ്പം ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിന്റെ പേര് ഓർത്തു വെക്കുക. ആരുടെയാണ്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. 1936 ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ജനറൽ തിയറി എന്നും പറയാറുണ്ട് കെയ്ൻസിന്റെ തിയറിനെ. ഏകദേശം ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയം 1930s ഗ്രേറ്റ് ഡിപ്രഷൻ നടക്കുന്നത്. അപ്പം ഈ ക്ലാസിക്കൽ ഇക്കണോമിക്സ്, അതായത് കെയ്നിഷ്യൻ ഇക്കണോമിക്സിന് മുൻപുണ്ടായിരുന്ന സ്കൂൾ ഓഫ് തോട്ട്സുകളുണ്ട്. അതിലൊന്നാണ് ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലാസിക്കൽ ഇക്കണോമിക്സിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വന്നതാണ് കെയ്ൻസ് എന്ന് പറയുന്നത്. പോകെ പോകെ നമുക്ക് നോക്കാം. അപ്പൊ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ടേം കോയിൻ ചെയ്തതും യൂസ് ചെയ്തതും നോർവേജിയൻ ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള റാഗ്നാർ ഫ്രിഷ് ആണ് 1933 കേട്ടോ. 1933 റാഗ്നാർ ഫ്രിഷ് ആണ് മൈക്രോയും മാക്രോയും രണ്ട് ടേംസും കൊണ്ടുവരുന്നത് റാഗ്നാർ ഫ്രിഷ് തന്നെയാണ്. ഇതിന്റെ പേപ്പർ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ പ്രോബ്ലംസ് ആൻഡ് ഇമ്പൾസ് പ്രോബ്ലംസ് ഇൻ ഡൈനാമിക് ഇക്കണോമിക്സ്. ഓക്കെ, അപ്പം റാഗ്നാർ ഫ്രിഷ് ആണ് മാക്രോ മൈക്രോ എന്ന് പറയുന്ന രണ്ട് ടേംസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസിനെയാണ് 1936 പബ്ലിഷ് ചെയ്തു. സോ മാക്രോ എന്ന് പറയുന്നത് ലാർജ് എന്നുള്ള അർത്ഥമാണ്. ഗ്രീക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മാക്രോ എന്ന് പറയുന്നത് ഒരു വേർഡ്, ഒരു ടേം. ഈ മാക്രോ എക്കണോമിക് തോട്ടിന്റെ ഇമ്പോർട്ടൻസ് സ്കൂളുകൾ നമുക്ക് നോക്കാം, ജനറൽ ആയിട്ട് നോക്കാം. ഓക്കെ, ക്ലാസിക്കൽ തിയറി ഏകദേശം 18 അല്ലെങ്കിൽ 19ാമത്തെ നൂറ്റാണ്ടില് എമേർജ് ചെയ്ത ഒരു സ്കൂൾ ഓഫ് തോട്ട് മാക്രോ എക്കണോമിക് സ്കൂളാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി നമ്മൾ പറയും. അതായത് ആ സമയത്ത് ക്യാപിറ്റലിസം ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂള് ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾസ് എന്ന് പറയുന്നത്. ഈ ഇക്കോണമിസ്റ്റിന്റെ അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂളുകള് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് എന്ന് പറയുന്നത് വളരെയധികം ഇക്കോണമിയെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഗ്രേറ്റ് ഡിപ്രഷൻ, അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ 1930 അപ്പൊ ഈ ഗ്രേറ്റ് ഡിപ്രഷന് മുൻപ് വരെ അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ വരെ ക്ലാസിക്കൽസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ക്ലാസിക്കൽസ് പറയുന്ന അവരുടെ അവര് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്ത് ഇക്കോണമിയിലെ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. പക്ഷേ ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം എന്താ സംഭവിച്ചു? ഈ സ്കൂളിന് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്ത് ഒരുപാട് ആളുകൾ വന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള ആളാണ് ഏത്? കെയ്ൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ക്ലാസിക്കൽ സ്കൂളിന്റെ കുറച്ച് അസംഷൻസ് അല്ലെങ്കിൽ അവര് മുന്നോട്ട് വെക്കുന്ന കുറച്ച് ഐഡിയാസ് ഉണ്ട്. അത് അനുസരിച്ച് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്തെങ്കിലും ഒരു ഡിസിക്ലിബ്രിയം, ഒരു അസന്തുലിതാവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതൊക്കെ മാറി സെൽഫ് കറക്റ്റിംഗ് ആണ് ഇക്കോണമി എന്നാ പറയുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട വരത്തില്ല, അല്ലെങ്കിൽ ഇക്കോണമിയിൽ ആരുടെ ഒരു ഇടപെടലും ആവശ്യമില്ല. തനിയെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ ഒരു ഡിസിക്ലിബ്രിയം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ മാറി ഇക്ലിബ്രിയത്തിലേക്ക് വരും. അതായത് ഇക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റിലായിരിക്കും എന്നൊക്കെയുള്ള ഐഡിയാസ് ആണ് ക്ലാസിക്കൽ തിയറീസ് മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓൾഡ് ക്ലാസിക്കൽ ഇക്കോണമീസ് വീണ്ടും ഒന്ന് റിഫൈൻ ചെയ്തു, കുറച്ച് അവരുടെ ആ ഒരു കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ട് കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് നിയോ ക്ലാസിക്കൽ തിയറി വരുന്നത്. അപ്പം ക്ലാസിക്കലിന് രണ്ടാമത് നിയോ ക്ലാസിക്കൽ തിയറി വരുവാണ്. നിയോ ക്ലാസിക്കൽ തിയറി പുതിയ കാര്യങ്ങളാണെങ്കിൽ തന്നെയും പഴയ ഒരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെൽഫ് അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ പ്രൈസ് എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ
ക്ലാസിക്കൽസ് പറഞ്ഞു വെച്ച് തന്നെ ആണ് നിയോ ക്ലാസിക്കലും ഫോളോ ചെയ്ത് വന്നത്. അപ്പം ഇനിയും 1930 ഉണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്നു. ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോഴത്തേക്കും മനസ്സിലായി എന്താണ് മെജോറിറ്റി ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിനെ അത് അഫക്ട് ചെയ്തു. അൺഎംപ്ലോയ്മെന്റ്, ലേബർ ഫോഴ്സിൽ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ക്ലാസിക്കൽ ആയിക്കോട്ടെ നിയോ ക്ലാസിക്കൽ തിയറിയും എക്സ്പ്ലെയിൻ ചെയ്യും. ഇങ്ങനെ നമുക്ക് ഈ ഡിപ്രഷനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള കാര്യം ക്ലാസിക്കൽസോ നിയോ ക്ലാസിക്കൽസോ എന്നും പറഞ്ഞില്ല. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് കെയ്നീഷ്യൻ തിയറി വരുന്നത്. അപ്പം കെയ്നീഷ്യൻ പറയാണ് ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ആ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു പോരായ്മ കാരണമാണ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത്. അത് ശരിയായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപങ്ങളൊന്നും ഇല്ല. അതിന്റെ ഫലമായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്നില്ല. അപ്പം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകാത്തത് കൊണ്ടാണ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നതെന്ന് കെയ്ൻസ് പറഞ്ഞ് വെച്ചു. അപ്പം ഇങ്ങനെ കെയ്നീഷ്യൻ തിയറി വന്നു. അപ്പം ഏകദേശം 1970s ശേഷം മോണ്ടറിസും ന്യൂ ക്ലാസിക്കൽസും ന്യൂ കെയ്നീഷ്യൻ മോഡൽസ് ഒക്കെ എമേർജ് ചെയ്ത് വന്നു. പിന്നെ അതിനുശേഷം ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സുകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. ഒരു 1950 ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കെയ്ൻസിനെ സംബന്ധിച്ചിടത്തോളം കെയ്ൻസും ഷോർട്ട് റണ്ണിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ക്ലാസിക്കൽസ് ലോങ് റൺ ആയിരുന്നു, ലോങ് റണ്ണിന് കൊടുത്തു ക്ലാസിക്കൽസ്. പക്ഷെ കെയ്ൻസിന്റെ തിയറി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷോർട്ട് റൺ പീരീഡിനെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഷോർട്ട് റൺ എന്ന് പറയുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ലോങ് റണ്ണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരുപാട് ഇക്കോണമിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഹരോഡ്, ഡോമർ, കാൽഡർ എന്നൊക്കെ പറയുന്ന ഇക്കോണമിസ്റ്റുകൾ ഈ ഷോർട്ട് റൺ പീരീഡിലേക്കുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടുകൾ ലോങ് റണ്ണിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അതിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലോങ് റണ്ണിലേക്ക് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടും. സോ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുമ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇവരെയൊക്കെ നമ്മൾ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കോണമിസ്റ്റുകൾ എന്നും പറയാറുണ്ട് കേട്ടോ. കാരണം എന്താ, കെയ്ൻസിന്റെ ആ ഒരു ഐഡിയയെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു, ലോങ് റണ്ണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഹരോഡ് ആയാലും ഡോമർ ആയാലും. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മള് പോസ്റ്റ് കെയ്നീഷ്യൻസ് എന്നൊക്കെ അവരെ പറയാറുണ്ട്. പിന്നെ അപ്പം ഇനി നമുക്ക് ഓരോ സ്കൂളായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്കൂള് എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്ന ആ ഒരു ടേം തന്നെ ജോൺ മെയ്നാർഡ് കെയ്ൻസുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻപ് വരെയുള്ള അല്ലെങ്കിൽ 1930s വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ തുടങ്ങിയ ഒരു 1930. അപ്പം അന്ന് വരെയുള്ള ഇക്കോണമിസ്റ്റുകളെയാണ് നമ്മൾ ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്. ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആഡം സ്മിത്ത് ഉണ്ട്, ഡേവിഡ് റിക്കാർഡോ ഉണ്ട്, ജോൺ സ്റ്റുവർട്ട് മിൽ ഉണ്ട്, JB സേ ഉണ്ട്. അതുപോലെ നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടത് ആൽഫ്രഡ് മാർഷൽ ഉണ്ട്, EC പിഗു ഉണ്ട്. 20th സെഞ്ചുറിയിലുള്ള മറ്റ് ആൾക്കാരെല്ലാം നമ്മളിപ്പം ഡിപ്രഷന് മുൻപുള്ള ഇക്കോണമിസ്റ്റുകളുടെ വർക്കുകളെല്ലാം ക്ലാസിക്കൽസും നിയോ ക്ലാസിക്കൽസ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിരിക്കുന്നു. ഇനി ക്ലാസിക്കൽ സ്കൂൾ എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെർക്കന്റിലിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് മെർക്കന്റിലിസം, ഈ മെർക്കന്റിലിസത്തിന്റെ ഐഡിയാസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്ന സ്കൂളാണ് ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ മെർക്കന്റിലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാജ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാല് അവിടുത്തെ ഗോൾഡ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അല്ലെ, കാശ് ആയിട്ട് ലിക്വിഡ് കാശ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത്, സമ്പാദ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഗോൾഡ് സിൽവർ എത്രമാത്രം ഉണ്ടോ, അതായത് നമ്മൾ ബുല്യോൺ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം ഈ ഗോൾഡിന്റെയും സിൽവറിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഒരു നേഷന്റെ സമ്പാദ്യം അല്ലെങ്കിൽ വെൽത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മെർക്കന്റിലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നത് എപ്പോഴും ഈ എക്സ്പോർട്ടുകൾ പ്രൊമോട്ട് ചെയ്ത് ഇമ്പോർട്ടുകളെ അവര് താരിഫ്, സബ്സിഡീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്ത് അതിനെ മിനിമൈസ് ചെയ്യുക, എക്സ്പോർട്ട് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗോൾഡ് സിൽവർ കൂടുതലായിട്ട് കളക്ട് ചെയ്യുക. ബാർട്ടർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു
അവരെ സംബന്ധിച്ചിടത്തോളം ഗോൾഡിനും സിൽവറിനുമാണ് കൂടുതൽ, അല്ലെങ്കിൽ എത്രമാത്രം ഗോൾഡും സിൽവറും ഒരു രാജ്യത്തിനുണ്ടോ അതിനനുസരിച്ച് ആ ഒരു രാജ്യം എന്താണ് ഭയങ്കര വെൽത്തി ആയിരിക്കും എന്നുള്ള ചിന്താഗതിയായിരുന്നു മെർക്കന്റിലിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനിയും അപ്പം ഇതാണ് അപ്പൊ ഈ മെർക്കന്റിലിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്ന സ്കൂളാണ് ക്ലാസിക്കൽ സ്കൂൾ. അപ്പം ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ 1776 ആഡം സ്മിത്തിന്റെ ബുക്ക് ആയിട്ടുള്ള വെൽത്ത് ഓഫ് നേഷൻ വരുന്നത്. മണി എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്തു വന്നു. അപ്പം ആഡം സ്മിത്തിന്റെ ഈ ബുക്ക് ഓർക്കുക, വെൽത്ത് ഓഫ് നേഷൻ 1776. ക്ലാസിക്കൽസ് വരുന്നത് മെർക്കന്റിലിസ്റ്റുകളെ എന്ത് ചെയ്തുകൊണ്ടാണ്? ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ്. മെർക്കന്റിലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് ഗോൾഡും സിൽവറുമാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ഗോൾഡും സിൽവറും എക്സ്പോർട്ടുകളെ പ്രൊമോട്ട് ചെയ്യുന്നു, ഇമ്പോർട്ടുകളെ അവര് തടയുന്നു, അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ക്ലാസിക്കൽ തിയറിയുടെ മെയിൻ ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ അസംഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേജും പ്രൈസും ഫുള്ളി ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇത് ഫുൾ എംപ്ലോയ്മെന്റ്, ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. അവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇല്ല, ഫുള്ളി എംപ്ലോയിഡ് ആണ്, ഫുള്ളി ഫ്ലെക്സിബിൾ ആണ്. വേജും പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റും. അതുപോലെ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിനനുസരിച്ച് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് JB സേ എന്ന് പറയും. സേയുടെ പ്രധാനപ്പെട്ട ഒരു എന്താണ് കോട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ്, ഒരു വാചകമാണ് എന്താണ്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഓർക്കുക, ചിലപ്പോൾ ഇത് തന്നെ ചോദിക്കാം ഇത് പറഞ്ഞത് ആരാണ്, ഏത് ഇക്കോണമിസ്റ്റ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പം സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് JB സേയുടെ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഇക്കോണമിയിൽ എത്രമാത്രം എന്താണ് ഔട്ട്പുട്ട് നമ്മള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെ എന്താണ് അതിനു വേണ്ട ഡിമാൻഡ് അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഫുള്ളി എംപ്ലോയിഡ് ആയിട്ട് മാറും എന്നാണ് JB സേയുടെ അഭിപ്രായം. ഇപ്പൊ 100 കിലോ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇക്കോണമിയിൽ ആ 100 കിലോയും എന്താണ് വിറ്റുപോകും. ആ ഒരു ഡിമാൻഡ് അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഫുള്ളി ഇക്വിലിബ്രിയത്തിലേക്ക് വരും എന്നാണ് JB സേ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ മണി സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, മണി സപ്ലൈ അതായത് പ്രൈസ് ലെവൽ, മണി സപ്ലൈ ഡിറ്റർമൈൻ ഓൺലി ദ പ്രൈസ് ലെവൽ എന്നാണ് പറയുന്നത്. ഇനിയും ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ടെൻഡൻസി ഓഫ് ദി ഇക്കോണമി. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ഡിസിക്ലിബ്രിയം വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഇക്വിലിബ്രിയത്തിലേക്ക് മാറും. ഇനി ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇവർക്ക് തീരെ ഇഷ്ടമല്ല. ആർക്ക്? ക്ലാസിക്കൽസിന്. അവര് പറയുന്നത് ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ഒരു ആവശ്യമില്ല. ഇക്കോണമി എന്തായാലും ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്നുണ്ട്. ഗവൺമെന്റ് വേണമെങ്കിൽ ഇപ്പം എന്താണ് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ അവർ പ്രൊട്ടക്ട് ചെയ്തോട്ടെ. പക്ഷെ ഈ പറയുന്ന പ്രൈസ് ലെവൽ ഡിറ്റർമൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എത്രമാത്രം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ആരും ഇടപെടരുത്. ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യാൻ പാടില്ല. ഇക്കണോമിക് പോളിസിയിൽ ഒരു തരത്തിലുള്ള ഗവൺമെന്റ് ഇന്റർവെൻഷനും പാടില്ല എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. ഇനി ഇക്കണോമിക് ഏജന്റുകളായിട്ടുള്ള ഫേം, ഹൗസ് ഹോൾഡ്സ് ഇവരെല്ലാം റാഷണൽ ആണ്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി ഒരു തരത്തിലുള്ള മണി ഇല്യൂഷനിൽ നിന്നും അവർക്ക് ഒരു തരത്തിലുള്ള മണി ഇല്യൂഷനും അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. മാർക്കറ്റ് എപ്പോഴും പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആണ്. അതായത് എല്ലാവർക്കും പെർഫെക്റ്റ് നോളജ് ആയിരിക്കും മാർക്കറ്റിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്നത്, പ്രൈസിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മാർക്കറ്റ് ക്ലിയറിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും കൂടി ഡിറ്റർമൈൻ ചെയ്യുന്ന ആ പ്രൈസ് ആയിരിക്കും, ആ പ്രൈസിലായിരിക്കും ട്രേഡ് നടക്കുന്നത്. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇക്കോണമിയിൽ നടക്കുന്നതാണ് ക്ലാസിക്കൽസിന്റെ. ഇതൊക്കെയാണ് മെയിൻ ബിലീഫ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് ഓർക്കേണ്ട എന്താണ്, സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. JB സേയുടെ ആണ് സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇവർക്ക് തീരെ താല്പര്യമില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്, അതായത് പെർഫെക്റ്റ് നോളജ് ആണ്, എല്ലാത്തിനെ കുറിച്ച് അവർക്ക് അറിയാം. അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതായത് എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയും ഡിമാൻഡ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തോളും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ റിയൽ ആൻഡ് മോണിറ്ററി സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, രണ്ടാമത്തത് സേസ് ലോ ഓഫ് മാർക്കറ്റ്, മൂന്നാമത്തത് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. അപ്പം ഇതിലെ ആദ്യത്തെ 2 എന്ന് പറയുന്നത് എങ്ങനെയാണ്
ഇപ്പം ലേബർ ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ലേബർ മാർക്കറ്റിലും കൊമോഡിറ്റി മാർക്കറ്റിലും ആ ഒരു റിയൽ വേരിയബിളിന്റെ ആ ഒരു ഇക്വിലിബ്രിയം വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതാണ് ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനും സേസ് ലോ ഓഫ് മാർക്കറ്റും കാണിക്കുന്നത്. അപ്പം ഈ അതായത് റിയൽ വേരിയബിൾ, റിയൽ GDP അല്ലെ, റിയൽ ഇൻകം, റിയൽ വേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് സിസ്റ്റത്തിലെ, ഒരു ഇക്കണോമിക് സിസ്റ്റത്തിലെ നോമിനൽ വേരിയബിൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ നോമിനൽ GDP അല്ലെങ്കിൽ നോമിനൽ വേജ്, നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് മൂന്നാമത്തെ കമ്പോണന്റ് പറയുന്നത്. ഇനിയും റിയൽ ആൻഡ് മോണിറ്ററി സെക്ടർ എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണുന്നത്, എന്താണ് ട്രീറ്റ് ചെയ്യാറുള്ളത്, സെപ്പറേറ്റഡ് ആണ്. അതായത് ക്വാണ്ടിറ്റി, മണിയുടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരിക്കലും റിയൽ വേരിയബിൾ മോഡലില് റിയൽ വേരിയബിളിന്റെ ഇക്വിലിബ്രിയത്തെ ഒരിക്കലും അഫക്ട് ചെയ്യില്ല. അതുപോലെ റിയൽ വേരിയബിളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ അത് ക്വാണ്ടിറ്റി ഓഫ് മണിയിലും എന്ത് ചെയ്യത്തില്ല, ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല, അങ്ങനെ അഫക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. സേയുടെ ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സേസ് ലോ ഓഫ് മാർക്കറ്റ്, അതായത് സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഓരോ സപ്ലൈ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സേസ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു തരത്തിലുള്ള ഡെഫിഷ്യൻസിയും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകില്ല, ഇത് ഒരു ചാൻസും ഇല്ല എന്നാണ് ആര് പറയുന്നത്, സേസ് ലോ ഓഫ് മാർക്കറ്റ് പറയുന്നത്. ബാർട്ടർ സിസ്റ്റം അല്ലെ, ബാർട്ടർ ഇക്കോണമിനെ ബേസ് ചെയ്താണ് ഈ ഒരു ലോ ഓഫ് മാർക്കറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ക്ലാസിക്കൽ സിസ്റ്റം, ക്ലാസിക്കൽ തിയറിനെ നമ്മൾ തിയറി ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, അവര് സപ്പോർട്ട് ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്, ഇക്കോണമി ഇപ്പോഴും ഫുള്ളി എംപ്ലോയിഡ് ആണെന്നാണ് ആര് പറയുന്നത്, ക്ലാസിക്കൽ സ്കൂൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് തിയറി എന്നും പറയാറുണ്ട്. ഇപ്പം ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ അഭിപ്രായത്തില് 3 മാർക്കറ്റ് ആണ് ഒരു ഇക്കോണമിയിൽ ഉള്ളത്, ലേബർ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഗുഡ്സ് മാർക്കറ്റ്. എന്തൊക്കെയാണ്, ലേബർ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഗുഡ്സ് മാർക്കറ്റ്, അങ്ങനെ 3 മാർക്കറ്റുകളുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാർക്കറ്റിലും ആ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലൂടെയാണ്. ഡിമാൻഡും, അതായത് ഓട്ടോമാറ്റിക് ആയിട്ടാണല്ലോ ഇക്കോണമി പ്രവർത്തിക്കുന്നത്. അപ്പം ഡിമാൻഡും സപ്ലൈയും ആണ് ഈ ഒരു ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്താനായിട്ട് ഓരോ മാർക്കറ്റിനെയും സഹായിക്കുന്നത്. അത് നമ്മൾ ലേബർ മാർക്കറ്റ് ആണ് നോക്കുന്നത്. അപ്പം ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്, ലേബർ മാർക്കറ്റിലെ ആ ഒരു ഇക്വിലിബ്രിയം ലെവല് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷെഡ്യൂൾ ഓഫ് ലേബറും കൂടെയാണ്. അതായത് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷെഡ്യൂളുമാണ് ലേബർ മാർക്കറ്റില് അഗ്രിഗേറ്റ് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ലെവല് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഇൻപുട്ടുകളുടെയും അഗ്രിഗേറ്റ് ഔട്ട്പുട്ടിന്റെയും റിലേഷനെയാണ് കാണിക്കുന്നത്. ഈ അഗ്രിഗേറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ ഒരുപാട് ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഈ ഇൻപുട്ടുകളെ എല്ലാം കൂടെ ചേർത്തുള്ളതാണ് എന്തെന്ന് പറയുന്നത്, അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം മൊത്തമാണ്, മുഴുവനായിട്ടും എന്നുള്ള ഒരു അർത്ഥമാണ് ഈ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻപുട്ടുകൾ മാത്രം കൺസിഡർ ചെയ്യണം നമുക്ക് അതിനെ ഒരിക്കലും അഗ്രിഗേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഒരു പെർട്ടിക്കുലർ കൊമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഇൻപുട്ടുകൾ ഉണ്ടോ അതിനെല്ലാം കൂടെ ചേരുമ്പോൾ അത് അഗ്രിഗേറ്റ് ഇൻപുട്ട് ആകുന്നത്. ഓക്കെ, ഇവിടെ ഇക്വേഷൻ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. Q ഈക്വൽ ടു F ഓഫ് NKT. Q എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ആൻഡ് N എന്ന് പറയുന്നത് ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ്, K എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ആൻഡ് T എന്ന് പറയുന്നത് എന്താണ്, ലെവൽ ഓഫ് ടെക്നോളജി. അതായത് Q is the function of NKT എന്നാണ് പറയുന്നത്. ഇവിടെ N-ഉം K-യും T-യും ഇൻപുട്ടുകളാണ്, Q എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിമാൻഡ് ഫോർ ലേബർ. അപ്പം ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ സ്ലോപ്പ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. കാരണം അതിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഉണ്ട്. അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ലേബറിനെ എത്രമാത്രം നമ്മൾ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹയർ ചെയ്തുകൊണ്ടിരിക്കും, മണി വേജ് ജനറൽ പ്രൈസ് ലെവൽ മൾട്ടിപ്ലൈഡ് ബൈ ദി മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് W ഈക്വൽ ടു P ഇൻറ്റു MPPL. MPPL എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ലേബറും P എന്ന് പറയുന്നത് പ്രൈസ് ആണ്. MPPL ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പം W എന്ന് പറയുന്നത്
വേജ്. അപ്പം ഈ മണി വേജിനോട് ഈ പ്രൈസ് ഇൻറ്റു MPPL ഈക്വൽ ആകുന്ന ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ അതുവരെ നമ്മൾ ലേബറിനെ ഹയർ ചെയ്തുകൊണ്ടേയിരിക്കും. W എന്ന് പറയുന്നത് ഒരു അഡീഷണൽ വർക്കറിനെ നമ്മൾ ഹയർ ചെയ്യുന്നതിന്റെ കോസ്റ്റ്. പുതുതായിട്ടൊരു വർക്കറിനെ വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ W കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. P ഇൻറ്റു MPPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അഡീഷണൽ വർക്കറിനെയും നമ്മൾ എന്താണ് വീണ്ടും വീണ്ടും ജോലിക്ക് എടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന റവന്യൂ. സോ അതിനെയാണ് P ഇൻറ്റു MPPL റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലേബറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. ആൻഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ സ്ലോപ്പ് ആയിട്ടാണ് നമ്മൾ ഡിമാൻഡ് കർവിനെ പറയുന്നത്. കാരണം അതിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഉണ്ടായിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അനുസരിച്ച് ലേബറിനെ നമ്മൾ എത്തുവരെ നമ്മൾ വീണ്ടും വീണ്ടും ജോലിക്ക് ആളെ എടുത്തുകൊണ്ടിരിക്കും. മണി വേജ് എന്താണ് P ഇൻറ്റു MPPL ഈക്വലന്റ് ആകുന്നിടം വരെ നമ്മൾ വീണ്ടും വീണ്ടും ആളെ നമ്മൾ എന്താണ് റിക്രൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനിയും ഇതിപ്പോ മണി വേജിന്റെ കേസിലാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി റിയൽ വേജിന്റെ കേസിലും ഇത് തന്നെയാണ്. അതായത് റിയൽ വേജിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഇപ്പം W ഈക്വൽ ടു P ഇൻറ്റു MPPL എന്നുള്ള സ്ഥാനത്ത് P എന്ന് പറയുന്ന ജനറൽ പ്രൈസ് ലെവലിനെ കൊണ്ട് രണ്ട് സൈഡിലും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ റിയൽ വേജിന്റെ കേസിൽ. അതായത് W ബൈ P എന്ന് പറയും. അതിനെയാണ് റിയൽ വേജ് എന്ന് പറയുന്നത്. MPPL എന്ന് പറയുന്നത് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. അതായത് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് MPPL ഉം, റിയൽ വേജ് എന്ന് പറയുന്നത് അതായത് W ബൈ P, റിയൽ വേജ് W ബൈ P ആണ്. ഡിമാൻഡ് ഫോർ ലേബർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെയും ഫംഗ്ഷൻ ആണ്? റിയൽ വേജിന്റെയും ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് സപ്ലൈ ഓഫ് ലേബർ ആണ്. ലേബേഴ്സ് സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ലേബർ അതിന്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് റിയൽ വേജിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ക്ലാസിക്കൽസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. SN ഈക്വൽ ടു ദ ഫംഗ്ഷൻ ഓഫ് W ബൈ P. SN എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ലേബർ സപ്ലൈഡ്, W ബൈ P എന്ന് പറഞ്ഞാൽ റിയൽ വേജ് റേറ്റ് ആണ്. അതായത് ഒരു പോസിറ്റീവ് റിലേഷൻ ആണ് റിയൽ വേജ് റേറ്റും ലേബർ സപ്ലൈയും തമ്മിൽ ഉള്ളത്. വേജ് റേറ്റ് കൂടുമ്പോൾ ഹയർ റിയൽ വേജ് ആണെങ്കിൽ ലേബർ കൂടുതൽ ലേബറിനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എത്രമാത്രമാണോ എമൗണ്ട് ഓഫ് ലേബർ ഡിമാൻഡഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് ലേബർ സപ്ലൈഡ്. അപ്പം ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്നു. അടുത്തത് മണി മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ സിസ്റ്റം. സോ ക്ലാസിക്കൽ സിസ്റ്റത്തിന് അനുസരിച്ച് ഇതിൽ പറയുന്നത് മണി സപ്ലൈയുടെ ഒരു ഫംഗ്ഷൻ ആണ് പ്രൈസ് ലെവൽ. പ്രൈസ് ലെവൽ ഇസ് എ ഫംഗ്ഷൻ ഓഫ് മണി സപ്ലൈ എന്നാണ് ആര് പറയുന്നത്? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ക്ലാസിക്കൽസിന്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. സോ അതായത് പ്രൈസ് ലെവലിൽ ഇപ്പം എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മണിയിലും ചേഞ്ച് സംഭവിക്കുന്നു. അപ്പൊ ഒരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. MV ഈസ് ഈക്വൽ ടു PQ എന്ന് പറഞ്ഞിരുന്നു. അത് മണി സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി ഈക്വൽ ടു ഡിമാൻഡ് ഫോർ മണി. അപ്പം MVയുടെയും PQന്റെയും ഇക്വാലിറ്റി ആണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ V എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ് V, ആൻഡ് Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. ദെൻ M എന്ന് പറയുന്നത് മണി സപ്ലൈ ആണ്. P എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ ആണ്. ഓർക്കുക എന്തൊക്കെയാണ്? M മണി സപ്ലൈ, V വെലോസിറ്റി നമ്മൾ പറയും, ദെൻ P പ്രൈസ് ലെവൽ, Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അതായത് ഇപ്പം ഇക്കോണമി എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണെന്ന് ഇരിക്കട്ടെ. ഇനിയും മണി സപ്ലൈയുടെ അല്ലെങ്കിൽ മണി സപ്ലൈയുടെ 15% ആയിട്ട് കൂടുന്നു. പ്രൈസ് ലെവല് ഇങ്ങനെ 15% കൂടും. ആ ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ 15% കൂടി. മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ലെവലിലും ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 15% മണി സപ്ലൈ കൂടിയെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? പ്രൈസ് ലെവലിലും 15% വർധനവ് ഉണ്ടാകും. അപ്പൊ ഒരു പോസിറ്റീവ് റിലേഷൻ ആണ്, ഒരു ഡയറക്റ്റ് റിലേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഗുഡ്സ് മാർക്കറ്റ്, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി ക്ലാസിക്കൽ സിസ്റ്റം. സോ ഗുഡ്സ് മാർക്കറ്റ്
ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ എപ്പോൾ പറയുന്നു? സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയും ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാണ്. അത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് എന്ന് പറയുന്നത് അതിന്റെ അഗ്രിഗേറ്റ് സപ്ലൈയോട് ഈക്വൽ ആകുക. അപ്പം സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റിനെക്കാട്ടിലും കൂടുതലാകുകയോ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡിനെക്കാട്ടിലും കൂടുതലാകുകയോ ചെയ്തു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വോളിയൂം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സിനെക്കാട്ടിലും കൂടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈക്കാട്ടിലും കൂടിക്കഴിഞ്ഞാലോ ലെവൽ ഓഫ് ഇൻകം എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ആ ഒരു വ്യത്യാസം ഓർക്കുക. അതായത് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റിനെക്കാട്ടിലും കൂടിയാലോ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെക്കാട്ടിലും കൂടിയാലോ ലെവൽ ഓഫ് ഇൻകം കമ്മ്യൂണിറ്റിയിലെ ലെവൽ ഓഫ് ഇൻകം കുറയുന്നു. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആണ് സേവിങ്സിനെക്കാട്ടിലും കൂടിയെങ്കിൽ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് അഗ്രിഗേറ്റ് സപ്ലൈക്കാട്ടിലും കൂടിയെങ്കിൽ ലെവൽ ഓഫ് ഇൻകം എക്സ്പാൻഡ് ചെയ്യുന്നു. ക്ലാസിക്കൽ സിസ്റ്റം പറയുന്നത് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഒരു എന്താണ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് S is the function of R, the savings function. I is the function of R, investment function. S equal to I. അതായത് ഗുഡ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ എത്തും എപ്പോഴാണ്? S equal to I ലേക്ക് വരുമ്പോ. ഓക്കെ, അതായത് സേവിങ്സ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോ ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നു. സേവിങ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് റിലേഷനും അതുപോലെ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ എന്താണ് സേവിങ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ. ആൻഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? S equal to I ആയിരിക്കണം. സേവിങ്സ് ഡയറക്റ്റ് ഫംഗ്ഷൻ ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ. ഓർക്കുക, ക്ലാസിക്കലിന്റെ ഗുഡ്സ് മാർക്കറ്റിൽ പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പം എന്തെങ്കിലും ഒരു എന്താണ് ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിസിക്വിലിബ്രിയം ഒരു ഗുഡ്സ് മാർക്കറ്റിൽ ഉണ്ടായാൽ അത് ഓട്ടോമാറ്റിക്കലി ആര് പരിഹരിച്ചിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും പരിഹരിക്കുന്നത് എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫിഷറിന്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് നമ്മൾ നോക്കുന്നത്. സോ അദ്ദേഹം ട്രാൻസാക്ഷൻ അപ്രോച്ച് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വേഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇർവിംഗ് ഫിഷർ പബ്ലിഷ് ചെയ്യുന്നത് 1911 ബുക്ക് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്നതാണ്. അപ്പം ഈ ഒരു തിയറിയിൽ ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ആണ് ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും അതുപോലെ അത് കാരണം ഉണ്ടാകുന്ന പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ച് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ആണെന്നാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത്. ലോങ് റണ്ണിലാണ് ഈ തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ ഒരു ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ MV ഈക്വൽ ടു PT എന്ന് പറയും. M എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ, V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സും സർവീസസും ഒക്കെ പർച്ചേസ് ചെയ്യുന്ന വഴി എത്ര ടൈംസിൽ ഈ ഒരു അല്ലെങ്കിൽ മണി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു സർക്കുലേഷൻ ഓഫ് മണി കൈകൾ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്, അതിനെയാണ് ആ ഒരു V അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് ജനറൽ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ ആവറേജ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് T എന്നാ പറയുന്നത്. T എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ എന്താണ് മണി യൂസ് ചെയ്ത് എത്ര വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തു, അതാണ് T എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് MV ഈക്വൽ ടു PT? ഇർവിംഗ് ഫിഷറിന്റെ ആണ് പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കിൽ 1911 കൊണ്ടുവന്നു. ട്രാൻസാക്ഷൻ വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഓഫ് മണിയും അതുപോലെ അതുമൂലം ഉണ്ടാകുന്ന പ്രൈസ് ലെവൽ തമ്മിലുള്ള ഒരു അല്ലെങ്കിൽ ചേഞ്ചസ്, ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും അത് കാരണം ഉണ്ടാകുന്ന പ്രൈസ് ലെവലും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഡയറക്റ്റ് റിലേഷൻ ആണ്. അതാണ് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ കാണിക്കുന്ന MV ഈക്വൽ ടു PT എന്ന് പറയുന്നത്. ഇനിയും മണിയുടെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് ക്ലാസിക്കൽസ് പറയുന്നത് അല്ലെ. അപ്പം ഈ മണി എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണെന്നും ഈ ഒരു ഫംഗ്ഷനെ ബേസ് ചെയ്താണ് ഫിഷർ അദ്ദേഹത്തിന്റെ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് MV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് വരുന്നത് അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ള MV എന്ന് പറയുമ്പോഴത്തേക്കും അഗ്രിഗേറ്റ് ഇഫക്റ്റീവ് സപ്ലൈ ഓഫ് മണി, അല്ലെങ്കിൽ എത്ര മാത്രമാണ് മണി നമ്മൾ സ്പെൻഡ് ചെയ്ത് ടോട്ടൽ മണി എക്സ്പെൻഡിച്ചർ ഒരു പെർട്ടിക്കുലർ പീരീഡില് ആ ടോട്ടൽ മണി നമ്മൾ സ്പെൻഡ് ചെയ്ത ആ ടോട്ടൽ മണീനെ കാണിക്കുന്നു. PT എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിമാൻഡിനെ കാണിക്കുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ MV എന്ന് പറയുമ്പോൾ സപ്ലൈ ഓഫ് മണിയും PT എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണിയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി
MB എന്ന് പറഞ്ഞാൽ സപ്ലൈ ആണ്, PT എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണി ആണ്. ഇനി ഈ ഒരു ഇക്വേഷനെ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഇക്വേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. ക്യാഷ് ട്രാൻസാക്ഷൻ ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ P equal to MV by T എന്ന് നമ്മൾ എഴുതാറുണ്ട്. അതായത് ക്വാണ്ടിറ്റി ഓഫ് മണി എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നു? ക്വാണ്ടിറ്റി ഓഫ് മണി പ്രൈസ് ലെവലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇനി പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണി ആയിട്ട് ഡയറക്റ്റ് റിലേഷൻ ആണെന്ന് പറഞ്ഞു. എപ്പോഴാണ് ബിയും ടിയും കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി ഓഫ് സർക്കുലേഷനോ ട്രാൻസാക്ഷൻ, അതായത് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആയി നിൽക്കുകയും നമ്മളുടെ ക്വാണ്ടിറ്റി ഓഫ് മണിയും പ്രൈസ് ലെവലും ഡയറക്റ്റ് റിലേഷൻ ആണെന്നാണ് P equal to MV by T, അതിനെ ക്യാഷ് ട്രാൻസാക്ഷൻ ഇക്വേഷൻ എന്നും പറയാറുണ്ട്. അപ്പം ഇർവിംഗ് ഫിഷറിന്റെ തിയറി അനുസരിച്ച് MV equal to PT. എന്താണ് MV, എന്താണ് PT? MV എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് മണീനെ കാണിക്കുന്നു, PT എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണീനെ കാണിക്കുന്നു. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇപ്പൊ കണ്ട ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മണി അല്ലെങ്കിൽ കറൻസി മണി എന്നൊക്കെ ഉള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ മോഡേൺ ഇക്കോണമിയിൽ എന്താണ്? ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലെ, ബാങ്കിന്റെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെ, ക്രെഡിറ്റും എന്ന് പറയുന്നതും മണി തന്നെയാണ്. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഫിഷർ അദ്ദേഹത്തിന്റെ ആ ഒരു ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിനെ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ക്രെഡിറ്റ് മണിയും കൂടി ഇൻക്ലൂഡ് ചെയ്തു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന മോഡിഫൈഡ് ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തത്. MV പ്ലസ് M ഡാഷ് V ഡാഷ് ഈക്വൽ ടു PT. ഇതിൽ M ഡാഷ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് മണി അല്ലെങ്കിൽ ബാങ്കിലുള്ള മണി, ബാങ്ക് മണി എന്ന് പറയും. V ഡാഷ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് മണിയുടെ സർക്കുലേഷനെ കാണിക്കുന്നു. ഓക്കെ, അപ്പം P ഈക്വൽ ടു MV പ്ലസ് M ഡാഷ് V ഡാഷ് ഡിവൈഡഡ് ബൈ T എന്ന് നമുക്ക് എഴുതാം. അപ്പം ഇതാണ് മോഡിഫൈഡ് ഇക്വേഷൻ. ഇതാണ് ക്രെഡിറ്റ് മണിയും കൂടെ അല്ലെങ്കിൽ ബാങ്ക് മണിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോഡിഫൈഡ് വേർഷനും പിന്നീട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മോഡേൺ ഇക്കോണമിയിലേക്ക് വന്നപ്പോഴത്തേക്കും. ഇനി കേംബ്രിഡ്ജിന്റെ വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അഥവാ ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്, ഇത് ട്രാൻസാക്ഷൻ അപ്രോച്ച് ആയിരുന്നു ഫിഷറിന്റെ, ഇത് കേംബ്രിഡ്ജ് അപ്രോച്ച്. അപ്പം ഈ ഒരു കേംബ്രിഡ്ജ് വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ആൽഫ്രഡ് മാർഷൽ ആണ്. അദ്ദേഹം ഒരു കേംബ്രിഡ്ജ് എക്കോണമിസ്റ്റ് ആണ് ആൽഫ്രഡ് മാർഷൽ. പിന്നീട് ഇത് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള AC പിഗു, റോബർട്ട്സൺ, JM കെയ്ൻസ്, ഇവരെല്ലാം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരാണ്. സോ അതുകൊണ്ടാണ് ഇതിന് നമ്മൾ കേംബ്രിഡ്ജ് വേർഷൻ എന്ന് ഈ ഒരു ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ഈ ഒരു വേർഷൻ നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇത് മാർഷലിന്റെ അഭിപ്രായത്തിൽ ടോട്ടൽ മണി ഓഫ് മണി അല്ലെങ്കിൽ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ഇൻകത്തിന്റെയും സൈസ് ഓഫ് ദി അസറ്റും അതുപോലെ തന്നെ സൈസ് ഓഫ് ദി അസറ്റിന്റെയും പിന്നെ ഫംഗ്ഷൻ ആണ്. ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ആനുവൽ ഇൻകത്തിന്റെയും സൈസ് ഓഫ് അസറ്റിന്റെയും ഫംഗ്ഷൻ ആണ്. അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? M equal to KY plus K dash A നമുക്ക് എഴുതാം. M എന്ന് പറഞ്ഞാൽ ടോട്ടൽ മണി സപ്ലൈ ആണ്. അതിലെ കറൻസി ഉണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ദ ബാങ്ക് അഥവാ ക്രെഡിറ്റ് മണി ഉണ്ട്. Y എന്ന് പറഞ്ഞാൽ മണി ഇൻകം ആണ്. K എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് മണി ഇൻകം വിത്ത് ദ പീപ്പിൾ ടെൻ ടു ഹോൾഡ്, അതായത് ക്യാഷ് ആയിട്ട് എത്രമാത്രം മണി ഇൻകം ആളുകൾ കയ്യിൽ സൂക്ഷിക്കും അതിന്റെ ആ ഒരു പ്രൊപ്പോർഷൻ ആണ് K കാണിക്കുന്നത്. Y മണി ഇൻകം, ടോട്ടൽ മണി ഇൻകം ആണ് Y. ഇനി A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് അല്ലെങ്കിൽ വെൽത്തിനെ കാണിക്കുന്നു. അപ്പം K ഡാഷ് എന്തായിരിക്കും? എത്രമാത്രം അസറ്റ് ആയിരിക്കും ആൾക്കാർ ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രൊപ്പോർഷനെ K ഡാഷ് കാണിക്കുന്നത്. അപ്പം ഇതാണ് എന്താ ആൽഫ്രഡ് മാർഷലിന്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. കേംബ്രിഡ്ജ് വേർഷൻ, അദ്ദേഹത്തിന്റെ വേർഷൻ അനുസരിച്ച് M equal to KY plus K dash A എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് അദ്ദേഹത്തിന്റെ മാർഷല് സക്സസർ ആയിട്ടുള്ള ആൾക്കാർ ഇത് മോഡിഫൈ ചെയ്തു. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതി? M equal to KY എന്ന് പറഞ്ഞ് എഴുതി. മണി ഇൻകം ഓഫ് ദി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിന്റെ എന്താണ്, ടോട്ടൽ ഔട്ട്പുട്ട് മാറ്റി ഈക്വലന്റ് ആണെന്ന് പിന്നീട് പറഞ്ഞു. അതായത് മാർഷൽ ഇക്വേഷൻ എന്തായിരുന്നു? M equal to KY plus K dash A ആയിരുന്നു അല്ലെ. അപ്പം പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അസറ്റ് എന്ന് പറയുന്ന ഭാഗം ഇക്വേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഈ മണി ഡിമാൻഡ് ഫംഗ്ഷൻ റീസ്റ്റേറ്റ് ചെയ്തു. അതായത് അസറ്റ് K ഡാഷ് എടുത്ത് കളഞ്ഞു, M equal to KY മാത്രമുള്ളെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ടോട്ടൽ മണി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ മണി ഇൻകം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ടോട്ടൽ ഔട്ട്പുട്ടിന്റെ വാല്യൂവിനോട് ഈക്വൽ ആണ്. ഓക്കെ, P into O, അതായത് P എന്ന് പറഞ്ഞാൽ പ്രൈസ് അഥവാ വാല്യൂ ആണ്, O എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. അപ്പൊ Y എന്ന് പറഞ്ഞാൽ ഇൻകം, മണി ഇൻകത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? Y നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് M എന്ന് മാറ്റിയിട്ട് KPO എന്ന് പറഞ്ഞ ഇക്വേഷനെ മാറുകയാണ്. ഈ മാർഷലിന്റെ ക്യാഷ് ബാലൻസ് അപ്രോച്ച് വീണ്ടും ഡെവലപ്പ് ചെയ്ത് ഫർദർ മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്ത AC പിഗു അദ്ദേഹം P equal to KR by M എന്ന് പറഞ്ഞ് എഴുതി. P എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് പവറിനെ കാണിക്കുന്നു, മണിയുടെ കാണിക്കുകയാണ്. ആൻഡ് R എന്ന് പറഞ്ഞാൽ ടോട്ടൽ റിയൽ ഇൻകം ആണ്. K എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
അതായത് ക്യാഷ് ആയിട്ട് എത്രമാത്രം ആൾക്കാർ റിയൽ ഇൻകം കയ്യിൽ സൂക്ഷിക്കും. ഇനി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ടെൻഡർ ഇത്രമാത്രം അസറ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് എമ്മില് നമ്മൾ നോക്കുന്നത്. ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ലീഗൽ ടെൻഡേഴ്സ് നമ്മൾ പറയും. അപ്പം ഇതാണ് EC PIPUവിന്റെ. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാർഷൽ ഇക്വേഷൻ ആയിട്ട് ആദ്യത്തെ M equal to KY plus K dash A ആണ്. പിന്നെ EC PIPUവിന്റെ P equal to KR by M പറഞ്ഞു. പിന്നെ റോബർട്ട്സൺ വന്നു. റോബർട്ട്സൺ ആ ഒരു ഇക്വേഷനെ വീണ്ടും ഒന്ന് മാറ്റിയിട്ട് M equal to KTP അല്ലെങ്കിൽ P equal to M divided by KT എന്ന് പറഞ്ഞു എഴുതി. P എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവൽ, M സപ്ലൈ ഓഫ് മണി, T എന്ന് പറഞ്ഞാൽ അതായത് ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഇത്രമാത്രം ഗുഡ്സും സർവീസസും നമ്മൾ പർച്ചേസ് ചെയ്യും. ഇനി K എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് T എന്നാണ് പറയുന്നത്. അതായത് എത്രമാത്രം ക്യാഷ് ബാലൻസ് ക്യാഷ് ആയിട്ട് ക്യാഷ് ഫോമിൽ ആൾക്കാർ ഹോൾഡ് ചെയ്യും. അതാണ് എന്താ അതിന്റെ പ്രൊപ്പോർഷനെയും T എന്ന് പറയുന്നത് KT എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നു. കെയ്ൻസിന്റെ ക്ലാസിക്കൽ തിയറിയുടെ ക്രിറ്റിസിസം ആണ് ഒന്നാമത്തത് അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം. കെയ്ൻസ് ആദ്യം തന്നെ പറയാണ് ക്ലാസിക്കൽസിന്റെ ഫണ്ടമെന്റൽ അസംഷൻ ആയിട്ട് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് റിജക്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഫുൾ എംപ്ലോയ്മെന്റ് ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ്. എപ്പോഴും ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കില്ല. രണ്ടാമത്തത് സെയ്ഡലോ സേ പറഞ്ഞ എന്താണ് JB സേ എന്താ പറഞ്ഞത്? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. പക്ഷെ അത് പോസിബിൾ അല്ല അല്ലെ. എപ്പോഴും എന്താണ് ഇക്കോണമിയിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് അത് എപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് തന്നെ അത് തീർന്നു പോകുമോ? ഇല്ല അല്ലെ. അപ്പം അത് പോസിബിൾ അല്ല. സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് രണ്ടാമത്തത്, സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് മൂന്നാമത്തെ പറയുന്നത്. എന്താണ് സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് ലേസിയസ് ഫെയർ, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒന്നും ആവശ്യമില്ല. ഇക്കോണമിയിൽ എന്തെങ്കിലും ഒരു ഡിസിക്ലിബ്രിയം വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് ഇല്ലാതായിട്ട് നേരെയാകും. അതായത് ആ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷനിലേക്ക് പോകുന്നു, ഇക്വിലിബ്രിയത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. കെയ്ൻസ് പറയാണ് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഒക്കെ ഇക്കോണമിയിൽ ആവശ്യമാണ്. അത് തെളിയിച്ചത് ഗ്രേറ്റ് ഡിപ്രഷൻ ആണ്. പിന്നെ ഇക്വാലിറ്റി ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഇൻകം ചേഞ്ച്. ക്ലാസിക്കൽസ് പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ഫുൾ എംപ്ലോയ്മെന്റ് ലെവലില് എന്താണ് ഈക്വൽ ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു എന്താണ് ഒരു അൺഈക്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലൂടെ അത് നമുക്ക് ആ ഒരു എന്താണ് ഇക്വാലിറ്റി പിടിച്ച് അല്ലെങ്കിൽ ഇക്വാലിറ്റിയിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ കെയ്ൻസ് പറയാണ് അങ്ങനെയല്ല. ലെവൽ ഓഫ് സേവിങ്സ് ഇൻകത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. Then speculative demand for money. ക്ലാസിക്കൽസ് പറയാണ് ട്രാൻസാക്ഷനും പ്രിപ്പറേഷനും വേണ്ടി മാത്രം മണി ആവശ്യമുള്ളൂ. പക്ഷേ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവര് അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് അവര് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കെയ്ൻസ് ആണ് ഈ ഒരു സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആളുകളിലേക്ക് എത്തുന്നത്. ദെൻ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ ഫുള്ളി റിജക്ട് ചെയ്യാണ്. ക്ലാസിക്കൽസിന്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ റിജക്ട് ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത്. മണി എന്ന് പറയുന്നത് ഒരിക്കലും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതുപോലെ വേജ് കട്ടിനെ അദ്ദേഹം റെഫ്യൂസ് ചെയ്യാണ്. റെഫ്യൂട്ടേഷൻ, അതായത് അങ്ങനെ കെയ്ൻസ് റെഫ്യൂട്ട് ചെയ്യുന്നു. ദെൻ അതുപോലെ മണിയും റിയൽ വേജും മണിയും തമ്മിൽ ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ഇല്ല. ഓക്കെ. ദെൻ അതുപോലെ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ ആവശ്യമാണ്. ലോങ് റൺ അനാലിസിസ് അൺറിയലിസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. ഓക്കെ.